നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ യാത്രയാണ് ഈ അരമണിക്കൂറിൽ. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. SIR സമയപരിധി വീണ്ടും നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അച്യുതൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അച്യുതൻ, SIR സമയപരിധി വീണ്ടും നീട്ടിയിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പ്രവിത, നിലവിൽ കേരളത്തിലെ SIRന്റെ സമയപരിധി വീണ്ടും നീട്ടിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ സമയപരിധി നീട്ടണമെന്നൊരു ആവശ്യമാണ് മുൻനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അപേക്ഷ സംസ്ഥാന സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയാണെങ്കിൽ, ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ചാൽ അതിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ വീണ്ടും ഈ സമയം നീട്ടി നൽകണമെന്നൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതും അതിലൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനം. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. നേരത്തെ ഡിസംബർ 5 ആയിരുന്നു, ഈ മാസം 5-ാം തീയതിയായിരുന്നു, അതായത് ഇന്നായിരുന്നു ഈ SIRന്റെ എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയെങ്കിൽ അത് ആദ്യം 11 വരെ നീട്ടി. പിന്നീടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അപേക്ഷയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രവിത, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. SIR സമയപരിധി വീണ്ടും നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 23-നാണ് പ്രസിദ്ധീകരിക്കുക. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും വിവരങ്ങൾ ലഭ്യമാവുകയാണ്. കൊല്ലത്തേക്കാണ്. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. സമീപത്തെ സർവീസ് റോഡും പൂർണ്ണമായും ഇടിഞ്ഞു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സംഭവത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ അറിയിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് അപകടം. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സർവീസ് റോഡിലേക്ക് മണ്ണ് വീണതിനെ തുടർന്ന് ഇതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് പാളികളും പതിക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. ഇറക്കിറങ്ങി വരുന്ന വഴിക്ക് അപ്പോഴും മേളിൽ നിന്ന് വണ്ടി വരുമ്പോൾ വിറവ് കയറുന്ന സൗണ്ട്, പടപടാ സൗണ്ട്, റോഡെല്ലാം കൂടെ ഇല്ല വിണ്ട് കയറുന്നു. അപ്പോഴത്തെ ഞാൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി. പുള്ളെല്ലാം നിലവിളിയായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ച് വണ്ടിയുടെ എന്തോ പ്രശ്നമാണെന്ന്. സ്ലോ ചെയ്തപ്പോൾ എന്റെ വണ്ടി ഒരു വശം കൊണ്ട് അങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് ഇറങ്ങി ഓടി. കരാർ കമ്പനിക്കും ദേശീയപാത ഉദ്യോഗസ്ഥർക്കും നേരത്തെ തന്നെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന സ്ഥലവുമല്ലേ. തുടക്കം മുതൽ തന്നെ നമ്മൾ കേരളത്തിൽ ഈ പൊതു ആവശ്യം വന്നതാണ്. എസ്റ്റിമേറ്റ് കോസ്റ്റ് ഒരുപാടാവുമെന്ന് പറഞ്ഞുകൊണ്ട് NHAI കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഗവൺമെന്റും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അന്വേഷണം പ്രഖ്യാപിച്ച ദേശീയപാത അതോറിറ്റി ഉടൻ തന്നെ റോഡ് നിർമ്മിക്കുമെന്നും അറിയിച്ചു. Very sad this incident has occurred. Unfortunate. Getting it investigated पूरा in detail. Give us some time. हम लोग इसको investigate करके we'll get back to you on this thing. Yes, obviously we'll rebuild it. Obviously we'll not leave it as it is. We'll definitely take corrective measures and build a better one. അപകടത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് KC വേണുഗോപാൽ MP. ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ്. നമുക്ക് ദേശീയപാത നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. റോഡ് പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാത്രിയോടെ ആരംഭിച്ചു. അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അപകടത്തിന്റെ കാരണം എന്തെന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ദേശീയപാത നിർമ്മാണം ഇത്തരത്തിൽ വീഴ്ചകളുടെ പരമ്പരയായി മാറുകയാണോ എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. കൊല്ലം മൈലക്കാട് നിന്ന് അരുൺ രാജ്, 24. തുടർച്ചയായ 3-ാം ദിവസവും യാത്രക്കാരെ വരച്ച ഇൻഡിഗോ വിമാന കമ്പനി രാജ്യവ്യാപകമായി 1000-ലേറെ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഇൻഡിഗോ മാപ്പ് പറഞ്ഞു. റദ്ദാക്കിയ സർവീസിന്റെ റീഫണ്ട് നൽകുമെന്നും താമസ സൌകര്യം ഒരുക്കുമെന്നും ഇൻഡിഗോ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കിയതോടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്.
ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ കുടുങ്ങി. ഗുവാഹത്തി വിമാനത്താവളത്തിൽ രോഗികൾ ഉൾപ്പെടെ 40ഓളം മലയാളികൾ കുടുങ്ങി. കമ്പനി അധികൃതർ ബദൽ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കിയില്ലെന്നാരോപിച്ച് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തു നിന്നും കരിപ്പൂരിൽ നിന്നും ഉൾപ്പെടെ അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സപ്പെട്ടതോടെ ജോലിക്ക് കയറേണ്ട യാത്രക്കാർ പ്രതിസന്ധിയിലായി. മുംബൈയിൽ നിന്ന് 100-ലേറെയും ചെന്നൈയിൽ നിന്ന് 20-ലേറെയും സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 4 സർവീസുകൾ തടസ്സപ്പെട്ടു. ഫുജൈറ കണ്ണൂർ വിമാനം റദ്ദാക്കി. ദോഹ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിട്ടു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്നത്തെ സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കി. വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബർ യാത്രക്കാരോട് ക്ഷമ ചോദിച്ചു. My colleagues, all the great Indigo teams and frontline staff have been working relentlessly to address the situation. Rest assured, we are doing everything in our control to not only restore your trust and belief, but strengthen it further over time. നാളെയും സർവീസുകൾ തടസ്സപ്പെടുമെന്നും ഈ മാസം 10 മുതൽ സാധാരണ നിലയിലാകുമെന്നും ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. ഇൻഡിഗോ വിമാന കമ്പനി പ്രതിസന്ധിയിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. എന്താണ് പിഴവ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും. ഉത്തരവാദികളെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ടിക്കറ്റ് നിരക്കുകൾ കുത്തിനെ കൂട്ടിയിരിക്കുകയാണ് മറ്റ് വിമാന കമ്പനികൾ. പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാൻ അവധി മാനദണ്ഡങ്ങളിൽ DGCA ഇളവ് നൽകി. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇന്ന് 40,000-ന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അത് 30,000-നടുത്താണ്. നാളെയാണെങ്കിൽ 25,000-ആണ് ഇപ്പോഴത്തെ നിരക്ക്. മുംബൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമെല്ലാം ഇതുതന്നെ അവസ്ഥ. തിരക്ക് കൂടിയതോടെ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ കൂട്ടി. दिक्कत बाहर काम करने आए, अभी क्या करेंगे, जो भी पगार सब चला गया टिकट का पीछे. अभी इमरजेंसी ट्रेन में जाएंगे तो हम लोग को 2 दिन जाता है. അനന്തമായി വിമാനം വൈകുമ്പോഴും യാത്രക്കാർക്ക് പ്രത്യേകം സൗകര്യങ്ങളൊന്നും നൽകാൻ ഇൻഡിഗോ തയ്യാറായിരുന്നില്ല. ഇൻഡിഗോയുടെ കുത്തകവൽക്കരണമാണ് സ്ഥിതി മോശമാക്കിയതെന്നും സാധാരണക്കാരനാണ് ഇതിന് വില നൽകേണ്ടി വന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പൈലറ്റുമാരുടെ സമയക്രമത്തിൽ DGCA ചില ഇളവുകൾ ഇന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് അർദ്ധരാത്രിയോടെ പ്രതിസന്ധി തീർക്കണമെന്നും DGCA ഇൻഡിഗോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പൈലറ്റുമാരുടെ സമയക്രമത്തിൽ DGCA പുതിയ ചട്ടം അവതരിപ്പിച്ചത്. ഇത് നടപ്പാക്കാൻ 2 വർഷത്തോളം സമയവും നൽകി. എന്നിട്ടും ഈ വിധമൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ ഇൻഡിഗോയുടെ ന്യായവാദങ്ങൾക്ക് ശക്തി പോരാ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. 2030 വരെ സാമ്പത്തിക സഹകരണത്തിന് സമഗ്ര പദ്ധതികളുമായി ഇന്ത്യയും റഷ്യയും ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ഇന്ത്യ റഷ്യ സൗഹൃദം ആഗോള വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യക്ക് ചെറു ന്യൂക്ലിയർ റിയാക്ടർ സാങ്കേതികവിദ്യ പുടിൻ വാഗ്ദാനം ചെയ്തു. അമേരിക്കയുടെ അധിക തീരുവ ഉപരോധങ്ങൾക്കിടെയാണ് ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, കുടിയേറ്റം, കൃഷിയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത്. സാമ്പത്തികം, വ്യാപാരം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ദൃഢമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും 8 കരാറുകളിൽ ഒപ്പുവെച്ചു. യൂറിയ ഉൽപാദനത്തിന് ഇന്ത്യ റഷ്യയുമായി സഹകരിക്കും. റഷ്യയുമായി കപ്പൽ നിർമ്മാണ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ പുതുതായി 2 കോൺസുലേറ്റുകൾ ഉദ്ഘാടനം ചെയ്യും. റഷ്യൻ വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യയിൽ 30 ദിവസത്തെ സൗജന്യ വിസ ടൂറിസ്റ്റ് സൗകര്യം ഏർപ്പെടുത്തും. ഭീകരവാദത്തിനെതിരായ പ്രവർത്തനത്തിൽ ഇന്ത്യയും റഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കും. യുക്രൈനിൽ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. आज हमने इस नींव को और मजबूत करने के लिए सहयोग के सभी पहलुओं पर चर्चा की. आर्थिक सहयोग को नई ऊंचाइयों पर ले जाना हमारी साझी प्राथमिकता है. നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആഗോള വെല്ലുവിളികൾ ചർച്ചയായെന്നും ഇന്ത്യക്ക് തടസ്സമില്ലാത്ത ഊർജ്ജ വിതരണം ഉറപ്പാക്കാൻ റഷ്യ തയ്യാറെന്നും വ്ളാഡിമിർ പുടിൻ. In the joint statement that we've adopted with Mr. Modi, we've delineated the priority objectives on the further reinforcements of our ties in the politics and security, economy, trade, in humanitarian and cultural spheres. 2030 100 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പുടിൻ റഷ്യൻ പ്രതിനിധി സംഘത്തിന് ഇന്ത്യ നൽകിയ ആതിഥേയത്വത്തിന് നന്ദി അറിയിച്ചു. 24 ഡൽഹി.
PM ശ്രീ വിവാദത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിക്ക് പൂർണ്ണ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എംപിമാർ സർക്കാരിന് വേണ്ടത് നേടിയെടുക്കാൻ ബാധ്യതയുള്ളവരാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ജോൺ ബ്രിട്ടാസിന്റെ PM ശ്രീ ഇടപെടലിലൂടെ BJP CPIM ബന്ധം വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഇടപെടലിനെ കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പ്രസ്താവന പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കിയ സാഹചര്യത്തിലാണ് ജോൺ ബ്രിട്ടാസിന് പൂർണ്ണ പിന്തുണയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. നാടിന്റെ ആവശ്യങ്ങൾക്കായി എല്ലാ എംപിമാരും ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ജോൺ ബ്രിട്ടാസ് ഫലപ്രദമായി ചുമതല നിർവഹിച്ചു. മറ്റൊരു തലത്തിൽ അതിനെ കാണേണ്ടതില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. നാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എംപിമാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം അത് ബ്രിട്ടാസ് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജോൺ ബ്രിട്ടാസിന്റെ PM ശ്രീയിലെ ഇടപെടലിലൂടെ BJP CPIM ബന്ധം വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലം പണിതത് പിണറായി വിജയനാണ്. ഈ PM ശ്രീ ഒപ്പുവയ്ക്കാൻ പറയും കയ്യാളിന്റെ ജോലിയെ നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പാലത്തിലൂടെ നടക്കുന്നത് BJP CPM ബാന്ധവമാണ്. അത് വ്യക്തമായിരിക്കുന്നു. എംപിമാർ ഇടപെടുന്നതും പാലമായി പ്രവർത്തിക്കുന്നതും വ്യത്യാസമുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് ഒരു ദല്ലാളായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പാലമായി പ്രവർത്തിക്കുന്നതും ഇടപെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. BJPയുടെയും CPMന്റെയും തമ്മിലുള്ള ഇടപാടുകളുടെ ദല്ലാളാണ് ജോൺ ബ്രിട്ടാസ്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജോൺ ബ്രിട്ടാസ് ഇടനില നിന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് 24. തൃശൂർ വിയ്യൂരിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ തെങ്കാശിയിൽ നിന്ന് കണ്ടെത്തി. പോലീസ് പരിശോധനയ്ക്കിടെ പാറയിടുക്കിൽ വീണ ബാലമുരുകന് ഗുരുതരമായി പരിക്കേറ്റു. ബാലമുരുകന്റെ 15 മീറ്റർ അകലത്തിൽ തമിഴ്നാട് പോലീസ് എത്തിയതോടെ പാറയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു. തൃശൂരിൽ നിന്ന് സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിയ്യൂർ ജയിലിൽ നിന്ന് ചാടിപ്പോയ ബാലമുരുകനെ പിടികൂടാനുള്ള സംഭവങ്ങളും നാടകീയമായ രംഗങ്ങളിൽ കലാശിക്കുകയാണ്. കഴിഞ്ഞ 22 മണിക്കൂറായി ബാലമുരുകന് വേണ്ടി തെങ്കാശിയിൽ പോലീസ് ഈ തെരച്ചിൽ നടത്തുകയാണ്. അതിനിടയിലാണ് ബാലമുരുകൻ ഇന്ന് പോലീസിനെ കണ്ട് ഭയന്നോടുകയും പിന്നീട് ഈ പാറയിടുക്കിൽ ചാടി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ തെങ്കാശിയിലെ ബാലമുരുകന്റെ വീട്ടിലേക്ക് ബാലമുരുകൻ ആട് മേയ്ക്കുന്ന ആളുടെ വസ്ത്രം ധരിച്ച് ആ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് മഫ്റ്റിയിൽ പോലീസുകാരുണ്ടായിരുന്നു. അവർ ബാലമുരുകനെ കണ്ടപാതി ഈ കൂടുതൽ ഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നു. കൂടുതൽ പോലീസുകാർ വിവരം അറിയിക്കുന്നു. അങ്ങനെ 50ഓളം വരുന്ന സംഘാംഗങ്ങൾ ഈ വീട് വളഞ്ഞ് ബാലമുരുകനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബാലമുരുകൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സമീപത്തെ കടയത്ത് മലയിലേക്ക് ഓടിക്കയറി. ഇന്ന് വൈകുന്നേരത്തോടുകൂടി സന്ധ്യയോടുകൂടി ബാലമുരുകനെ 15 മീറ്റർ അകലത്തിൽ പോലീസ് കണ്ടെത്തുന്നു. ഇതോടുകൂടിയാണ് ബാലമുരുകനെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നത്. പക്ഷേ 15 മീറ്റർ അരികിൽ പോലീസ് എത്തിയതോടുകൂടി ബാലമുരുകൻ ഈ മലയിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു. ഏകദേശം 150 മീറ്റർ താഴ്ചയിലേക്ക് ബാലമുരുകൻ ചാടി എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അതീവ ഒരു പ്രതിസന്ധിയിലേക്ക് പോലീസും ഫയർഫോഴ്സും എത്തുന്നു. ബാലമുരുകനെ സംബന്ധിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 90 കേസുകളിൽ പ്രതിയാണ്. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. പാലക്കാട് ചാലുശ്ശേരി സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ തീപിടുത്തം. 4 കടകളിലാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ നിലപാട് മാറ്റി CPIM. നടപടി സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്നലെ വരെ പത്മകുമാർ ജയിലിലല്ലേ എന്ന് ചോദിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടപടി ഉണ്ടാകുമെന്നാണ് ഇന്ന് തിരുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിപക്ഷം വിമർശനം കടുപ്പിച്ചതോടെയാണ് CPM നിലപാട് മാറ്റാൻ നിർബന്ധിതമായത്. അയാൾ ജനപ്രതിനിധിയൊന്നുമല്ലല്ലോ, അയാൾ ആകെ CPIMന്റെ മെമ്പറല്ലേ. മെമ്പറാണെന്ന് പുറത്താക്കേണ്ട കാര്യമില്ല. ജയിലല്ലേ ഉള്ളൂ, പിന്നെ പുറത്താക്കേണ്ട കാര്യം ജയിലല്ലേ ഉള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ നൽകിയ പ്രതികരണമാണിത്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾ കുറ്റാരോപിതൻ മാത്രമേ ആകുന്നുള്ളൂ എന്ന വാദമുയർത്തിയായിരുന്നു ഗോവിന്ദന്റെ പ്രതിരോധം. എന്നാൽ നേരം ഇരുട്ടി വെളുത്തപ്പോൾ MV ഗോവിന്ദൻ നിലപാട് തിരുത്തി. ജയിലിൽ നിന്ന് പുറത്തു വന്നാലും പുറത്തു വന്നില്ലെങ്കിലും ഉള്ളിലാണെങ്കിലും ഒക്കെ
ഞങ്ങൾ സൂക്ഷ്മമായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിക്കൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. രാഹുലിനെ പുറത്താക്കി വിവാദത്തിൽ നിന്ന് പുറത്തുകടക്കാൻ ശ്രമിക്കുന്ന UDF നേതൃത്വം സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാറിനെതിരെ നടപടിയില്ലാത്തത് എന്തെന്ന ചോദ്യം ശക്തമായി ഉയർത്തുന്നുണ്ട്. ഇതോടെയാണ് ഇന്നലെ പറഞ്ഞത് മാറ്റിപ്പറയാൻ CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് നിർബന്ധിതമായത്. അറസ്റ്റിലായ പത്മകുമാറിനെ സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണവും നിലപാട് മാറ്റത്തിന് MV ഗോവിന്ദനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യവുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ പത്മകുമാറിനെതിരെ ിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഹൈക്കോടതി. കേസിൽ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം. കേസിലെ FIR ആവശ്യപ്പെട്ട് ED കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. അതിനിടെ ജാമ്യം തേടി N. വാസു ഹൈക്കോടതിയെ സമീപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിഹരിച്ചത് വൻ തോക്കുകളുടെ ആശീർവാദത്തോടെയെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കേവലം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കൊള്ളയല്ല നടന്നത്. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ച് വ്യക്തമാക്കി. നിലവിലെ അന്വേഷണത്തിൽ സിംഗിൾ ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. ഹൈക്കോടതിയുടെ പരാമർശം ഗുരുതരമെന്നും സ്വർണം കട്ടവരെ CPIM സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത്. തെറ്റ് ചെയ്ത ആരെയും CPIM സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും ആവർത്തിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് വിശദീകരണം തേടി. അടുത്ത വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന്റെ ലൈംഗിക വൈകൃതങ്ങൾ അറിഞ്ഞിട്ടും കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തില്ല എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വൈകിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പീഡനത്തിനിരയായ അതിജീവിതയിൽ നിന്ന് പരാതി സ്വീകരിച്ച് നടപടിയെടുത്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് ഇതാദ്യമാണ്. പീഡന പരാതികൾ നേരിടുന്ന രാഹുലിനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചുവെന്ന വാദത്തെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു. ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളില്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണ് ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ, ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. അതിജീവിതയുടെ പരാതി ലഭിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വൈകുന്നതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അപ്പോൾ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെക്കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിന്റെ പേരിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ സംഘടിത വിമർശനങ്ങളെ മുഖ്യമന്ത്രി പരിഹസിച്ചു തള്ളി. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവര് നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അങ്ങക്ക് അറിയാമെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അറിവോടുകൂടിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിജീവിതയുടെ പരാതി വന്ന് 9 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും ഒളിവിലാണ്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് രാജ്യസഭയിൽ പരാമർശിച്ച ജോൺ ബ്രിട്ടാസ് MP. വനിതകൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യം തടയുന്നതിനുള്ള സ്വകാര്യ ബില്ലിന്റെ ചർച്ചയ്ക്കിടെ ജബി മേത്തർ സംസാരിക്കുമ്പോഴായിരുന്നു പരാമർശം. ജബി മേത്തറിന്റെ സഹപ്രവർത്തകന്റെ കാര്യത്തിലും ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകണമെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. Today introduced a bill, Sexual Harassment of Women Prevention Bill. Contextually correct, sir. She has been mum in Kerala. She is very vocal in the Parliament House. Her own colleagues are under cloud there in Kerala, which is creating a mayhem in Kerala politics. But she had, Jaramji, you should compliment your junior colleague coming with a bill like that. J.B. Mehtarji, you should open your mouth when things happen in Kerala. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പേരെടുത്തു പറയാതെ P. സന്തോഷ് കുമാർ MPയും പരാമർശിച്ചു. I think that all political parties should make it a point that all those who are accused of these types of crimes, and if the court take cognizance of the same,
must take disciplinary action against them immediately. My learned friend John Brittas already quoted the case from Kerala. A political party had to wait days and days, not to harass them. There are hundreds of gentlemen in that political party. I know most of them, some of them, of course. But at the same time, they had to take, dilly-dallying the process. How to give him a chance to escape him. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബലാത്സംഗ കേസ് നിലനിൽക്കില്ല എന്നും പരാതി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഹർജിയിൽ പറയുന്നു. നാളെ ഹർജി പരിഗണിക്കും. രാഹുലിനായി പ്രത്യേക SIT തമിഴ്നാട് കർണാടക അതിർത്തികളിൽ പരിശോധന നടത്തി. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്നും പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഹർജിയിൽ പറയുന്നു. മുൻകൂർ ജാമ്യ ഹർജിയുടെ പകർപ്പ് 24 ലഭിച്ചു. അതിജീവിത പരാതി നൽകിയത് ശരിയായ ദിശയിലല്ലെന്നും പരാതി നൽകാൻ വൈകിയെന്നും ഹർജിയിൽ പറയുന്നു. അന്വേഷണവുമായി താൻ സഹകരിക്കും. അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ ആവശ്യപ്പെട്ടു. രാഹുൽ മംഗലാപുരം കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിയുന്നതായാണ് അന്വേഷണ സംഘം കരുതുന്നത്. തമിഴ്നാട് കർണാടക അതിർത്തികളിൽ പോലീസ് പരിശോധന നടത്തി. വയനാട്ടിലെ മുത്തങ്ങ, ബാവലി, തോൾപ്പെട്ടി, താളൂർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടന്നത്. രാഹുലിന്റെ സഹായിയെയും ഡ്രൈവറെയും SIT കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഇവരെ പാലക്കാട്ടെത്തിച്ച് തെളിവെടുത്തേക്കുമെന്നാണ് വിവരം. ഇതിനിടെ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാൻ ദൃശ്യം മാതൃകയിൽ മൊബൈൽ ഫോൺ കൈമാറിയതായും SITക്ക് സംശയമുണ്ട്. നേതൃത്വമാകെ തള്ളിപ്പറഞ്ഞെങ്കിലും പതിവ് പോലെ രാഹുലിന്റെ പാലക്കാട്ടെ MLA ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. SITയുടെ കൺവെട്ടത്തുണ്ടെന്ന് പറയുമ്പോഴും കാണാമറയത്താണ് രാഹുൽ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ കോടതികളിൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.